ഇനി ബംഗാൾ അസിത ബംഗാളിൽ തൃണമൂൽ 95, BJP 193, ഇടതു പാർട്ടികൾ 2. BJP അധികാരം പിടിക്കുന്നു. എക്സിറ്റ് പോളുകൾ അതേപോലെ തന്നെ ശരിയാകുന്നു. BJP ഒരു വലിയ തിരിച്ചുവരവ് ബംഗാളിൽ നടത്തുന്നു. ഇടതു പാർട്ടികൾ 2 സീറ്റ്, മറ്റുള്ളവർ 2 സീറ്റിലേക്ക് ഒതുങ്ങുന്നു. അസമിലും അട്ടിമറി ഒന്നും സംഭവിക്കുന്നില്ല. BJP 98, കോൺഗ്രസ് 26, TMC ഒന്നുമില്ല. പുതുച്ചേരി കോൺഗ്രസ് 11, NDA 15. നാല് സംസ്ഥാനങ്ങളിൽ 3 BJP പറയാം. അതെ, തമിഴ്നാട്ടിലും അതേപോലെ തന്നെ ബംഗാൾ പിന്നെ പുതുച്ചേരി. അപ്പൊ 5 നടന്നിൽ 2 മാത്രമേ ഇല്ലാതുള്ളൂ. ബാക്കി 3 ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്താൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ 7 മണ്ഡലങ്ങൾ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഗുരുവായൂർ അവിടെ LDF ചെറിയ ലീഡ്, മണലൂർ LDF ചെറിയ ലീഡ്, നേമത്ത് NDA ചെറിയ ലീഡ്, ചാത്തന്നൂർ NDA ചെറിയ ലീഡ്, കോന്നി LDF ചെറിയ ലീഡ്, കൊട്ടാരക്കര LDF ലീഡ്, വട്ടിയൂർക്കാവ് ചെറിയ ലീഡ്. വട്ടിയൂർക്കാവിൽ ഇപ്പൊ ആരാ നിൽക്കുന്നത്? വട്ടിയൂർക്കാവ് പ്രശാന്താണ്, ചെറിയ ലീഡാണ്. ആലത്തൂരിൽ TM ശശി CPM ജയിച്ചു, 8553. അഴീക്കോട് ലീഡ് ഉയർന്നു KV സുമേഷ്. അങ്ങനെ ഇപ്പോ അവിടുന്ന് ഇനി വിജയപ്രഖ്യാപന സമയമാണ്. ബാക്കി നേതാക്കളുടെ പ്രതികരണത്തിന് സമയമാണ്. VD സതീശന്റെ പ്രതികരണമുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ പ്രതികരണം എന്താകുമെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അല്ലെങ്കിൽ കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം എന്താവുമെന്ന് അറിയാനുള്ള രാഷ്ട്രീയ ആകാംക്ഷ. അങ്ങനെ ഇനി പൊളിറ്റിക്കൽ പ്രതികരണങ്ങൾ ഉണ്ടാവും. ഇനിയിപ്പോ അങ്ങോട്ട് സർക്കാർ രൂപീകരണ ചർച്ചകൾ, ആരാകും മുഖ്യമന്ത്രി, മന്ത്രി ചർച്ചകൾ. നമ്മൾ ഈ ചക്കയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. ചക്കയ്ക്ക് നല്ല വിലയില്ലേ? ചക്ക നല്ലുണ്ട്. എന്നാ പറയുന്നത്? എന്തോ ഇലക്ഷനിൽ ശരിയായില്ല. ചക്ക പൊളിഞ്ഞു. അയ്യോ, ചക്ക പൊട്ടി. ആരോ ചക്ക മുറിച്ച് ആഹ്ലാദപ്രകടനം കൊച്ചി നടത്തി. ചക്കയായിരുന്നു ചിഹ്നം. ഓർക്കുന്നുണ്ട്? ചിഹ്നം ചക്കയുടെ കാര്യം എന്തായിരുന്നു? ഞാൻ വിചാരിച്ചു തിന്നാനുള്ള കൊതിയുണ്ട്. അതല്ല, സാബുവിനിട്ട് പണിഞ്ഞത്. ചക്ക മുറിച്ച താമര പോലിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പ്രതികരണം ട്രോളായി മാറിയതാണ്. വൈക്കത്തം UDF വിജയത്തിലേക്ക് പോകുന്നു. 13-ൽ 12 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ബിനിമോന്റെ ലീഡ് 1406 ഉയർന്നിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ വീട്ടിൽ നിന്ന് ആഷ്മി ചില ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ജോസ് കെ മാണിയുടെ വേണമെങ്കിൽ ഒന്ന് കാണിക്കാൻ തോന്നുന്നല്ലേ? ഉറപ്പായിട്ടും ജോസ് കെ മാണി അവിടെ പാലായിൽ അവസാന ആരും ജയിച്ചില്ല. സമ്പൂർണമായ പരാജയം. എന്ന് ആഷ്മി പറയുന്ന ഇതാണ്. ജോസ് കെ മാണിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ആകെ ശോകഛായ പരന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. UDF-ലേക്ക് ചൂടുമാറ്റം നടത്താൻ ആലോചന ഉണ്ട്. 1.5 നൂറ്റാണ്ട് ദുഃഖം മുഴുവൻ ഒരാൾ കുട്ടി മനസ്സിലാക്കിക്കോട്ടെ. ഒരാൾ കിണറ്റിൽ വീണാൽ അയാളുടെ മുകളിലേക്ക് പിന്നെയും കല്ല് പിടിച്ചിടുകയും തദ്വാര അയാൾക്ക് വേദന ഉണ്ടാക്കുകയും ചെയ്യും. അതായത് ഒരാൾ കിണറ്റിൽ വീണ് കിടക്കുമ്പോൾ അയാളുടെ മണ്ടയിലേക്ക് കല്ല് പറിച്ചെറിയരുത് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇത് അന്യായ പരാജയം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ ഒരുപക്ഷെ അതിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഏറ്റവും എന്ന് പറഞ്ഞാൽ SK ഒരു കാലത്ത് കേരള കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് പിടിച്ച പ്രസ്ഥാനമാണ്. അത് ചുരുങ്ങി വന്ന് കേരള കോൺഗ്രസുകൾക്കൊക്കെ ആകെ ജോസഫ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. പിറവത്തെ ജേക്കബ് ഉണ്ട്. അവിടെ കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള തോറ്റു, അവിടെ ഗണേഷ് കുമാർ തോറ്റു, കേരള കോൺഗ്രസ് തോറ്റു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.